നമസ്കാരം. പാർലമെന്റിൽ യാതൊരു എതിർപ്പും കൂടാതെ ഇനി ആഗ്രഹിക്കുന്ന ബില്ലുകളെല്ലാം മോദി സർക്കാരിന് പാസാക്കാം. ഇതുവരെ രാജ്യം കണ്ടതിൽ വെച്ച് സസ്പെൻഷൻ, എംപിമാരുടെ സസ്പെൻഷൻ റെക്കോർഡുകൾ ഭേദിച്ചതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ ബഹളമുണ്ടായ സമയത്ത് സഭയിൽ എത്താതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവട്ടെ പ്രതിപക്ഷത്തെ എംപിമാരെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം അദ്ദേഹം സഭയിൽ എത്തുകയും പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബിൽ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ബില്ല് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നും 11 എംപിമാർ മാത്രമാണ് പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. BJP മുന്നണിയിലില്ലാത്ത ബിജു ജനതാദളും അതിനോടൊപ്പം തന്നെ YSR കോൺഗ്രസും സഭയിൽ ഉണ്ടായിരുന്നു. ഇവർ പ്രതിപക്ഷ ചേരിയിലാണ് എന്ന് പറയാമെങ്കിൽ പോലും പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ NDAക്ക് എപ്പോഴും പിന്തുണ നൽകുന്ന രണ്ട് പാർട്ടികളാണ്. ലോക്സഭയിൽ 95 പേരും രാജ്യസഭയിൽ 46 പേരുമാണ് നിലവിൽ സസ്പെൻഷനിലായത്. ഇതിനോടൊപ്പമാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് കേരളത്തിൽ നിന്നുള്ള 2 എംപിമാരെ കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ശീതകാല സമ്മേളനത്തിന്റെ അവശേഷിക്കുന്ന 3 ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷ നിരയിലുള്ളത് 13 പേരും രാജ്യസഭയിലാവട്ടെ 36 പേരും മാത്രമാണ്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ ക്രിമിനൽ ബില്ല്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബില്ല് തുടങ്ങിയ നിർണായകമായ ബില്ലുകൾ പാസാക്കാനാണ് നിലവിൽ BJPയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം ഉണ്ടാവുന്നത്. ഇത് പ്രതിപക്ഷത്തിന് വ്യക്തമായി അറിയുകയും ചെയ്യാം. എന്തായാലും ലോക്സഭയിൽ BJPക്കും അവരുടെ സഖ്യകക്ഷികൾക്കും 323 അംഗങ്ങളും പ്രതിപക്ഷത്തിനാകെ 142 അംഗങ്ങളുമാണുള്ളത്. പ്രതിപക്ഷ അംഗങ്ങളിൽ 95 പേർ പുറത്തുപോയതോടെ ഇനി ശേഷിക്കുന്നതാവട്ടെ 47 പേർ മാത്രമാണ്. അതിൽ 22 പേർ മുൻപ് സൂചിപ്പിച്ചതുപോലെ YSR കോൺഗ്രസും 12 പേർ ബിജു ജനതാദളിൽ നിന്നും ഉള്ളവരുമാണ്. ഫലത്തിൽ എതിർക്കാനാകെ സഭയിലുള്ളത് 13 പേർ മാത്രമാണ്. അങ്ങനെ പ്രതിപക്ഷമില്ലാത്ത ഒരു പാർലമെന്റായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടേത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.